ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ടേക്സ് ഇൻപുട്സ്, പെർഫോംസ് സം കമ്പ്യൂട്ടേഷൻ ആൻഡ് പ്രൊഡ്യൂസസ് ഔട്ട്പുട്ട്. ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള ഇൻപുട്സ് കൊടുക്കുന്നു. ദെൻ ദാറ്റ് പെർഫോംസ് സം കമ്പ്യൂട്ടേഷൻ, കുറച്ച് കമ്പ്യൂട്ടേഷൻ പെർഫോം ചെയ്യും. അതിനനുസരിച്ചുള്ള റിസൾട്ട് അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതിൻ്റെ റിസൾട്ട് നമുക്ക് ആക്സസ് ചെയ്യാനും പറ്റും. അതിനെയാണ് ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഫങ്ഷൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പ്, ഫങ്ഷൻ നെയിം, സെറ്റ് ഓഫ് ഇൻപുട്സ് ഓർ സെറ്റ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്. ഇവിടെ ഫങ്ഷൻ്റെ ഡിക്ലറേഷൻ പാർട്ടിൽ റിട്ടേൺ ടൈപ്പാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് റിട്ടേൺ ബൈ ദി ഫങ്ഷൻ. ഒരു ഫങ്ഷനിലൂടെ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാണോ അതാണ് അവിടെ കൊടുക്കുന്ന റിട്ടേൺ ടൈപ്പ്. അതായത് രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മാണ് നമ്മൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ രണ്ട് ഇൻറ്റീജേഴ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകൾ. സോ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതും ഒരു ഇൻറ്റീജർ വാല്യൂ തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റ് തന്നെയായിരിക്കും. അതാണ് റിട്ടേൺ ടൈപ്പ്. ദെൻ നെക്സ്റ്റ് കണ്ടീഷനാണ് ഫങ്ഷൻ നെയിം. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ദെൻ സെറ്റ് ഓഫ് ഇൻപുട്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് എന്ന് തന്നെ പറയുന്നതാണ്. ഇൻപുട്സ് പ്രൊവൈഡഡ് ടു ദി ഫങ്ഷൻ. ഫങ്ഷനിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപുട്ടുകൾ, അതാണ് സെറ്റ് ഓഫ് ഇൻപുട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഫങ്ഷന് മെയിനായിട്ട് 4 കാറ്റഗറീസാണുള്ളത്. ഫസ്റ്റ് വൺ വിത്ത് ആർഗ്യുമെൻറ്റ്സ് വിത്ത് റിട്ടേൺ വാല്യൂ. സെക്കൻഡ് വൺ വിത്ത് ആർഗ്യുമെൻറ്റ്സ് നോ റിട്ടേൺ വാല്യൂ. അതായത് നമ്മൾ ഡിക്ലറേഷൻ പാർട്ട് കണ്ടു. അതിൽ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്സ് ലിസ്റ്റിൽ വിത്ത് ആർഗ്യുമെൻറ്റ്സും വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് മെയിനായിട്ട് 2 പോർഷനാണ് അതിനുള്ളത്. ഈ വിത്ത് ആർഗ്യുമെൻറ്റ്സ് തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് റിട്ടേൺ വാല്യൂ ഉള്ളതും മറ്റൊന്ന് നോ റിട്ടേൺ വാല്യൂ ആയിട്ടുള്ളതും. അതേപോലെ തന്നെ വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സിലത് റിട്ടേൺ വാല്യൂ ഉള്ളതും അതേപോലെ തന്നെ നോൺ റിട്ടേൺ വാല്യൂസ് ഉള്ളതും. അതായത് ആർഗ്യുമെൻറ്റ്സ് സം ഓഫ്, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളതാണ് നേരത്തെ നമ്മൾ കണ്ട എക്സാമ്പിൾ പോലെ തന്നെ ഡിക്ലറേഷൻ പാർട്ടിൽ സം ഓഫ് എന്ന് പറഞ്ഞിട്ട് ഫങ്ഷൻ ബ്രാക്കറ്റ് മാത്രമേ ഉള്ളതാണ് വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സ്. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇൻപുട്ട് ചെയ്യാനുള്ള വേരിയബിൾസിനെയൊക്കെ കൊടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആയിരിക്കും. അതിൽ വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ടൈപ്പുണ്ട്, റിട്ടേൺ ചെയ്യാത്ത ടൈപ്പുണ്ട്. അങ്ങനെ 4 കാറ്റഗറീസാണ് ഫങ്ഷൻസ് ഉള്ളത്. ദെൻ വി ക്യാൻ ഡിസ്കസ് ദ 3 ആസ്പെക്ട്സ് ഓഫ് എ സി ഫങ്ഷൻ. മെയിനായിട്ട് 3 പാർട്ടാണ് നമ്മളൊരു സി ലാംഗ്വേജിലെ ഫങ്ഷൻസ് വെച്ചിട്ടുള്ള പ്രോഗ്രാം ചെയ്യുമ്പോൾ. ഫസ്റ്റ് സെക്ഷൻ ഫങ്ഷൻ ഡിക്ലറേഷൻ. ഒരു ഫങ്ഷനെ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു, അതിനകത്ത് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസ് ഫങ്ഷൻ ഗ്ലോബലി ആയിരിക്കും നമ്മൾ ഡിക്ലെയർ ചെയ്യുക. അതായത് നമുക്ക് ആ ഫങ്ഷനെ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ ഗ്ലോബൽ വേരിയബിൾസും ലോക്കൽ വേരിയബിൾസും കേട്ടിട്ടുണ്ട്. അതിൽ ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ഫങ്ഷൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് അത് ആ ഡിക്ലറേഷൻ ചെയ്തിട്ടുള്ള വേരിയബിൾസിനെ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഒരു ഫങ്ഷന് വേണ്ടി മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വേരിയബിൾസ്. നമ്മൾ നേരത്തെ ഫങ്ഷൻ ഡിക്ലറേഷൻ കണ്ടു. അതിനകത്ത് വരുന്ന വേരിയബിൾസ് ആ ഫങ്ഷന് വേണ്ടി മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വേരിയബിൾസാണ്. സോ അതിന് പറയുന്ന പേരാണ് ലോക്കൽ വേരിയബിൾസ്. ഫങ്ഷൻ്റെ ഡിക്ലറേഷനിൽ ശ്രദ്ധിക്കുമ്പോൾ ഡിക്ലെയർ ചെയ്യുന്നത് ഫങ്ഷൻ ഡിക്ലറേഷനിലെ ഫങ്ഷനെ ഡിക്ലെയർ ചെയ്യുന്നത് ഗ്ലോബലി ആയിരിക്കും. അതേപോലെ തന്നെ 3 പോർഷൻസ് ആണ് ഉണ്ടാവുക. ഫങ്ഷൻ നെയിം, ഫങ്ഷൻ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്, ആൻഡ് റിട്ടേൺ ടൈപ്പ്. ഇത് 3 കാര്യങ്ങളും നമ്മൾ കമ്പൈലറിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫങ്ഷൻ ഡിക്ലറേഷൻ്റെ സിൻടാക്സ് റിട്ടേൺ ടൈപ്പ്, ഫങ്ഷൻ നെയിം, ദെൻ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. ദ സെക്കൻഡ് ആസ്പെക്ട്സ് ഈസ് ദ ഫങ്ഷൻ കോൾ. നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫങ്ഷനെ നമുക്ക് കോൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിനെയാണ് ഫങ്ഷൻ കോൾ എന്ന് പറയുന്നത്. ഫങ്ഷൻസ് ക്യാൻ ബി കോൾ ഫ്രം എനിവേർ ഇൻ ദ പ്രോഗ്രാം. അത് പ്രോഗ്രാമിൽ ഒന്നെങ്കിൽ മെയിൻ ഫങ്ഷൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ മെയിൻ ഫങ്ഷൻ്റെ മുകളിൽ അല്ലെങ്കിൽ മെയിൻ ഫങ്ഷൻ്റെ താഴെ, അങ്ങനെ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും വെച്ചിട്ട് നമുക്കൊരു ഫങ്ഷനെ കോൾ ചെയ്യാം. അതിൻ്റെ സിൻടാക്സ് ആണ് ഫങ്ഷൻ നെയിം, ദെൻ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. ദ തേർഡ് പോർഷനാണ് ഫങ്ഷൻ ഡെഫിനിഷൻ. അതായത് ഇറ്റ് കണ്ടെയ്ൻസ് ദ ആക്ച്വൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ആർ ടു ബി എക്സിക്യൂട്ടഡ്. നമ്മൾ
ഒരു ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്തു, ആ ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് നമ്മുടെ പ്രോഗ്രാം ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരും. എന്നിട്ട് നേരെ പോവാതെ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്കായിരിക്കും. അതായത് ആക്ച്വൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവുക ഫംഗ്ഷൻ ഡെഫിനിഷനിലാണ്. അതായിരിക്കും പിന്നെ എക്സിക്യൂട്ട് ചെയ്യുക. അതിൻ്റെ സിൻടാക്സ് ആണ് റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ദെൻ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്, ദെൻ ഫംഗ്ഷൻ ബോഡി. അതിനെയാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് ദ ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. ഫങ്ഷൻസ് മെയിനായിട്ട് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ലൈബ്രറി ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ. ദ സെക്കൻഡ് വൺ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ഓർ സബ് പ്രോഗ്രാംസ്. ലൈബ്രറി ഫങ്ഷൻ അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ദീസ് ഫങ്ഷൻസ് ആർ ഓൾറെഡി ഡിഫൈൻഡ് ഇൻ സിസ്റ്റം ലൈബ്രറി. സിസ്റ്റം ലൈബ്രറിയിൽ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫങ്ഷനുകളെയാണ് നമ്മൾ ലൈബ്രറി ഫങ്ഷൻ അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ദി പ്രോഗ്രാമർ ക്യാൻ റീയൂസ് ദി എക്സിസ്റ്റിംഗ് കോഡ് ഇൻ സിസ്റ്റം ലൈബ്രറി ടു റൈറ്റ് എറർ ഫ്രീ കോഡ്. എററൊന്നും ഇല്ലാത്ത കോഡ് നമുക്ക് ആക്സസ് ചെയ്യാനും അത് റൺ ചെയ്യാനും ഒക്കെ ആയിട്ട് പറ്റും. അതാണ് മെയിനായിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദെൻ ദ ലൈബ്രറി ഫങ്ഷൻ അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ഫങ്ഷന് ഏറ്റവും നല്ല എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നതാണ് പ്രിൻ്റ് എഫും സ്കാൻഎഫും. പ്രിൻ്റ് എഫും സ്കാൻഎഫും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഹെഡർ ഫയലിലാണ് അത് ഡിഫൈൻ ചെയ്ത് വയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഹെഡർ ഫയലാണ് stdio.h. അതേപോലെ തന്നെ string.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ. സ്ട്രിങ് എന്ന് പറയുന്ന എല്ലാ ഫങ്ഷൻസിനെയും നമുക്ക് അതിനകത്ത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ദെൻ math.h എന്ന് പറയുന്ന ഹെഡർ ഫയലാണ് എല്ലാ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും ഹാൻഡിൽ ചെയ്യുന്നത്. സ്ക്വയർ റൂട്ട് പോലെയൊക്കെയുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. ഇതിനെയാണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. മുൻപേ ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ലൈബ്രറിക്കകത്ത്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് അത് റൺ ചെയ്യുന്നു എന്ന് മാത്രം. ദെൻ ലൈബ്രറി ഫങ്ഷൻ്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണ് #include stdio.h, #include math.h, #include conio.h. stdio.h എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസുകളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രിൻ്റ് എഫ് സ്കാൻഎഫ് പോലെയുള്ളത്. math.h എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് നമ്മൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് എല്ലാ മാത്തമാറ്റിക്കൽ ഓപ്പറേഷനെയും. conio.h ക്ലിയർ സ്ക്രീന് വേണ്ടിയിട്ടാണ്. അതായത് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ആയിട്ടുണ്ടാവും സ്ക്രീനിൽ. വീണ്ടും നമ്മൾ ആ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുൻപ് വന്ന ആ ഔട്ട്പുട്ടിനെ ക്ലിയർ ചെയ്ത് സ്ക്രീൻ വേറെ ഒന്നും തന്നെ ഇല്ലാതെ എപ്പോഴാണോ നമ്മൾ റൺ ചെയ്യുന്നത് പ്രോഗ്രാം അപ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടിനെ മാത്രം ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലിയർ സ്ക്രീൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് CLR. അതിന് വേണ്ടിയുള്ള ഹെഡർ ഫയലാണ് conio.h. ദെൻ മെയിൻ ഫംഗ്ഷൻ ഇൻഡെക്സ് y 2 വേരിയബിൾ ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ദെൻ പ്രിൻ്റ് എഫ് എൻ്റർ എ പോസിറ്റീവ് നമ്പർ. സ്കാൻഎഫിൽ %d ദെൻ %x ഇൻപുട്ട് ചെയ്തു, ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്തു. പ്രിൻ്റ് എഫും സ്കാൻഎഫും stdio.hൻ്റെ ഇതിൽ കയറുന്നു. ദെൻ y =√x. sqrt എന്ന് പറയുന്ന ഫംഗ്ഷൻ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. സോ വി യൂസ് √x. എക്സിൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ കണ്ടു. അതിനെ y എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ചു. ആ yനെ നമ്മൾ പ്രിൻ്റ് ചെയ്തു. ദെൻ ഔട്ട്പുട്ട് നമുക്ക് വരെ എങ്ങനെയാണ് എൻ്റെ പോസിറ്റീവ് നമ്പർ 25, ദെൻ ആൻസർ ഈസ് 5. സെക്കൻഡ് ടൈപ്പാണ് യൂസർ ഡിഫൈൻ ഫങ്ഷൻ അല്ലെങ്കിൽ സബ് പ്രോഗ്രാംസ് എന്ന് പറയും. ഇതിൽ മെയിനായിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ഡിഫൈൻഡ് ബൈ പ്രോഗ്രാമർ ഓർ യൂസർ. പ്രോഗ്രാമർ അല്ലെങ്കിൽ യൂസർ ആയിരിക്കും അത് ഡിഫൈൻ ചെയ്യുക. പ്രോഗ്രാമർ ഹാസ് ടു റൈറ്റ് കോഡിംഗ് ഫോർ സച്ച് ഫംഗ്ഷൻ. അത്തരം ഫംഗ്ഷൻ്റെ കോഡിംഗ് കംപ്ലീറ്റ് ചെയ്ത പ്രോഗ്രാമർ ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് യൂസർ ഡിഫൈൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഏറ്റവും നല്ല എക്സാമ്പിളാണ് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. നമ്മൾ ഇൻറ്റു മെയിൻ, വോയിഡ് മെയിൻ എഴുതുന്നത്. കാരണം അതിനുള്ളിലുള്ള കോഡ് യൂസറാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ മുൻപ് പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നുള്ളത് അല്ലെങ്കിൽ സ്കാൻഎഫ് എന്ന് പറഞ്ഞാൽ മുൻപേ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ പോലെയല്ല. മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസർ ഡിഫൈൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വരുന്ന കോഡൊക്കെ നമ്മളാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ സ്വാപ്പ്, സം ഇതൊക്കെയാണ് അതിലെ എക്സാമ്പിളുകൾ വരുന്നത്. ദീസ് ഫങ്ഷൻസ് ആർ നോട്ട് സ്റ്റോർഡ് പ്രീവിയസ്ലി. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണ് ഹെഡർ ഫയൽസ്. മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇതിൽ നമ്മൾ നേരത്തെ കണ്ട 3 ആസ്പെക്ട്സ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നതിന് നല്ലൊരു എക്സാമ്പിളായിട്ടാണ് ഈ പ്രോഗ്രാം കൊടുത്തിട്ടുള്ളത്.
സമ്മ് കാണാനുള്ള ഒരു പ്രോഗ്രാമാണ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യാണ്. അതിനുള്ള സിൻടാക്സ് റിട്ടേൺ ടൈപ്പ് ഇവിടെ ഇൻറ്റു കൊടുത്തു, ദെൻ ഫംഗ്ഷൻ നെയിം സം, ദെൻ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. 2 വേരിയബിളാണ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് രണ്ടും ഇൻറ്റീജർ വാല്യൂസ് ആയിട്ട് അസ്യൂം ചെയ്തു. സോ ഇൻറ്റ് ഇവിടെ എ ബി അല്ലെങ്കിൽ എക്സ് വൈ എന്ന് നമുക്ക് വേരിയബിൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കാം, പക്ഷെ അത് നിർബന്ധമില്ല. അങ്ങനെയാണ് ഡിക്ലറേഷൻ പാർട്ട്. ദെൻ നെക്സ്റ്റ് ഇൻറ്റ് എ ബി സി ഇൻപുട്ട് ചെയ്യുന്ന 2 നമ്പേഴ്സ് എയും ബിയും, ദെൻ ഔട്ട്പുട്ട് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റീജർ വാല്യൂ സി. ദെൻ പ്രിൻ്റ് ഓഫ് എൻറ്റേഴ്സ് 2 നമ്പേഴ്സ്, 2 നമ്പർ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. അതിനെ നമ്മളിനി ഫംഗ്ഷനായിട്ട് കോൾ ചെയ്യുകയാണ്. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്ത ഫംഗ്ഷൻ്റെ പേരാണ് സം. ദെൻ 2 വേരിയബിൾസ് ഇൻറ്റീജർ വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ വിളിക്കുകയാണ് സം ഓഫ് എ കൊമ ബി. അവിടെയാണ് യൂസർ ഡിഫൈൻ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നത്. അതായത് യൂസർ അപ്പോൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പേരാണ് സം എന്നുള്ളത്. അതിനെ നമ്മൾ കോൾ ചെയ്തു. അതിനെ ഒരു വേരിയബിളിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് മെയിൻ പ്രോഗ്രാമിൽ നിന്ന് പുറത്തേക്ക് വരും. ദെൻ പിന്നെ എക്സിക്യൂട്ട് ആവുക സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡെഫിനിഷൻ ആയിരിക്കും. ഈ പ്രോഗ്രാമിനകത്ത് മെയിൻ ഫംഗ്ഷന് പുറത്താണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ സെക്ഷൻ കൊടുത്തിട്ടുള്ളത്. അതായത് ആക്ച്വൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും ഇതിനകത്ത് എക്സിക്യൂട്ട് ആവുക. സോ അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ നെയിം ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്, ദെൻ ഫംഗ്ഷൻ ബോഡി. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻറ്റ് സം ഓഫ് ഇൻറ്റ് എ കൊമ ഇൻറ്റ് ബി, 2 വേരിയബിളുകൾ. ദെൻ ഇൻറ്റ് സി റിസൾട്ട് വരുന്നു. സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ആ സി എന്ന് പറയുന്ന വാല്യൂവിനെ റിട്ടേൺ ചെയ്തിരിക്കുന്നു. ഇതാണ് ഈ പ്രോഗ്രാമിലെ ഫംഗ്ഷൻ ഡെഫിനിഷൻ. അപ്പോൾ സി എന്ന് പറയുന്നതിലായിരിക്കും നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള 2 നമ്പറിൻ്റെയും സമ്മ് കാണുക. സോ വീണ്ടും സം എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ വീണ്ടും മടങ്ങി വരും. ദെൻ പ്രിൻ്റ് ഓഫ് സം %d സി. സി എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്ത് വരുന്നു. ദെൻ വി ഗോട്ട് ദ ഔട്ട്പുട്ട് ആൻഡ് 2 numbers 10, 20. Then the sum is 30. Then we can discuss the 2 types of അല്ലെങ്കിൽ 2 ways of calling the function. അതായത് ഒരു ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യാനായിട്ട് 2 വേ ആണുള്ളത്. ഫസ്റ്റ് വൺ കോൾ ബൈ വാല്യൂ, ദ സെക്കൻഡ് വൺ ഈസ് കോൾ ബൈ റെഫറൻസ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൾ ബൈ വാല്യൂം കോൾ ബൈ റെഫറൻസും ഇല്ലാതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ 2 വേസ് അല്ലെങ്കിൽ 2 മെത്തേഡ്സ് ഓഫ് കോളിംഗ് ദ ഫംഗ്ഷൻ, അങ്ങനെ പല ടൈപ്പിൽ നമുക്ക് ചോദ്യം വരാറുള്ളതാണ്. എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും ഇതുമായി ബന്ധപ്പെട്ടിട്ടൊരു ക്വസ്റ്റ്യൻ. ദെൻ വി ക്യാൻ സീ ദ കോൾ ബൈ വാല്യൂ. Here values of actual parameters will be copied to formal parameters, and these 2 different parameters store values in different locations. അതായത് കോൾ ബൈ വാല്യൂ അറിയുന്നതിന് മുമ്പ് എന്താണ് ആക്ച്വൽ പാരാമീറ്റർ, എന്താണ് ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് അറിയണം. അതിവിടെ എഴുതിയിട്ടുണ്ട്. ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പാരാമീറ്റേഴ്സ് പാസ് ടു എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന വേരിയബിൾസിന് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സിനെയാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുക. ഇനി ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പാരാമീറ്റേഴ്സ് റിസീവ്ഡ് ബൈ എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ റിസീവ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിനെയാണ് ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസർ ഡിഫൈൻ ഫംഗ്ഷനാണ്. ആഡ് എം കൊമ എൻ. ആ എമ്മും എന്നും നമ്മൾ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതിനെയാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുക. ആ പാസ് ചെയ്ത പാരാമീറ്റേഴ്സിനെ ഫംഗ്ഷൻ റിസീവ് ചെയ്തു. അതിനെയാണ് ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുക. ആഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഫംഗ്ഷൻ, ആ ഫംഗ്ഷനിലേക്ക് ഇൻറ്റ് എ കൊമ ഇൻറ്റ് ബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എമ്മിനെയും എന്നിനെയും ഈ ഫംഗ്ഷൻ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ റിസീവ് ചെയ്തു എന്നാണ് അർത്ഥം. സോ ആ പാരാമീറ്റേഴ്സിനെ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയും. ഇനി കോൾ ബൈ വാല്യൂയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സ് വിൽ ബി കോപ്പീഡ് ടു ഫോർമൽ പാരാമീറ്റേഴ്സ്. ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഫോർമൽ പാരാമീറ്റേഴ്സ് ആയിട്ട് കോപ്പി ചെയ്യാം. ദീസ് 2 ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് സ്റ്റോർ വാല്യൂസ് ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻ. ഇതിൻ്റെ വാല്യൂസ് വേറെ വേറെ മെമ്മറി ലൊക്കേഷനിലായിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക. കോൾ ബൈ വാല്യൂവിൽ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നത് അതിൻ്റെ വാല്യൂവിനെ മാത്രം ബേസ് ചെയ്തിട്ടായിരിക്കും. അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ അഡ്രസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുകയില്ല. അതിനെയാണ് കോൾ ബൈ വാല്യൂ എന്ന് പറയാം. കോൾ ബൈ വാല്യൂവിൻ്റെ പ്രോഗ്രാമാണ് താഴെ കൊടുത്തിട്ടുള്ളത്.
മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ, ദെൻ 2 വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അവിടെ തന്നെ ഇൻപുട്ട് ചെയ്തു x=10, y=20. ദെൻ ഫംഗ്ഷൻ നമ്മളൊരു യൂസർ ഡിഫൈൻഡ് ആണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. സോ fun എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ്റെ നെയിം കൊടുത്തിട്ടുള്ളത്. ദെൻ അതിനകത്തേക്ക് പാരാമീറ്റേഴ്സ് കൊടുത്തു, എക്സും വൈയും കൊടുത്തു. സോ ഫംഗ്ഷൻ ഓഫ് x, y ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്തു. അവിടെ കോൾ ചെയ്ത വശം അത് പുറത്തേക്ക് വരും, മെയിൻ ഫംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് കടന്നു. ദെൻ അവിടെ ഇൻഡ് ഫംഗ്ഷൻ ഇൻഡെക്സ് ഇൻറ്റു വൈ, ആ എക്സും വൈയും ആണ് നമ്മുടെ ഫോർമൽ പാരാമീറ്റേഴ്സ്. ഇത് ഈ ഇൻഡെക്സും ഇൻറ്റു വൈയും ഈ ഫംഗ്ഷന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വേരിയബിൾസാണ്. അത്തരം വേരിയബിൾസിനെയാണ് നമ്മൾ ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുക. സോ അതിൻ്റെ ഓപ്പറേഷൻ നടക്കുന്ന x=20, y=20. വേരിയബിൾസിന് കൊടുത്തിട്ടുള്ള വാല്യൂസിന് ഡിഫറൻസ് ഉണ്ട്. ആ ഫംഗ്ഷനിലുള്ള എക്സ് എന്നും വൈ എന്നും പറയുന്ന വേരിയബിൾസ് അതിൽ മാത്രമേ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് എക്സിൻ്റെ വാല്യൂ 20യും വൈയുടെ വാല്യൂ 20 എന്നുള്ളത് അവിടെ വെച്ച് തന്നെ ഡിസ്ട്രോയ് ചെയ്യും. ഫംഗ്ഷൻ ഡെഫിനിഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മെയിൻ പ്രോഗ്രാമിലേക്ക് വരും. സോ പ്രിൻ്റ് എക്സും വൈയും പ്രിൻ്റ് ചെയ്യണം. x=%d, y=%d x, y. സോ എക്സിൻ്റെ വാല്യൂ 10ഉം വൈയുടെ വാല്യൂവും 20 ആയിരിക്കും. കാരണം ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ലോക്കൽ വേരിയബിൾസിൻ്റെ വാല്യൂസ് അവിടെ വെച്ച് തന്നെ ഡിസ്ട്രോയ് ചെയ്യപ്പെടും. ഇതിനെയാണ് കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ കോൾ ബൈ റെഫറൻസ്, അതായത് ഇതിനകത്ത് ഹിയർ ബോത്ത് ആക്ച്വൽ ആൻഡ് ഫോർമൽ പാരാമീറ്റേഴ്സ് റെഫേഴ്സ് ടു സെയിം മെമ്മറി ലൊക്കേഷൻ. എനി ചേഞ്ചസ് മെയ്ഡ് ടു ദി ഫോർമൽ പാരാമീറ്റേഴ്സ് വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ് ടു ആക്ച്വൽ പാരാമീറ്റേഴ്സ്. സെയിം മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും കോൾ ബൈ റെഫറൻസ് വെച്ച് ചെയ്യുമ്പോൾ പാരാമീറ്റേഴ്സിന് ഉണ്ടായിരിക്കുക. ആക്ച്വൽ പാരാമീറ്ററിന് എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അത് ഫോർമൽ പാരാമീറ്റേഴ്സിനെയും ബാധിക്കും. ഇതിൽ ഓർത്തിരിക്കേണ്ടത് കോളിംഗ് ദ ഫംഗ്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് റെഫറൻസ് എന്നുള്ളതാണ്. അതായത് കോൾ ബൈ വാല്യൂവിലെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. ഇതിനകത്ത് റെഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ പാരാമീറ്റേഴ്സിൻ്റെ അഡ്രസ്സിനെ ആയിരിക്കും ഇത് ഡിപ്പെൻഡ് ചെയ്യുക. കോൾ ബൈ റെഫറൻസ് വെച്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് താഴെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. മെയിൻ ഫംഗ്ഷൻ എക്സിൻ്റെ വാല്യൂ 10, വൈയുടെ വാല്യൂ 20. ദെൻ കോളിംഗ് ദ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യാണ്. ഫംഗ്ഷൻ്റെ പേര് fun എന്നാണ്. ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ $x, $y. കോൾ ബൈ റെഫറൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ റെഫറൻസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യും. അതായത് $x, വെറുതെ എക്സും വൈയും എന്ന് അല്ല കോൾ ചെയ്യുക. എക്സും വൈയും ആണ് നമ്മളിവിടെ കൊടുത്തത്. ഫംഗ്ഷൻ ഓഫ് x, y എന്നായിരുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഓഫ് 10, 20 എന്നായിരുന്നതിന് എൻ്റെ മീനിങ്. ഇവിടെ $x, $y എന്ന് പറയുമ്പോൾ മീനിങ് വരുന്നത് എക്സിൻ്റെയും വൈയുടെയും അഡ്രസ്സായിരിക്കും. അതായത് മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും അവിടെ പിക്ക് ചെയ്യുക. ദെൻ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് നമ്മുടെ പ്രോഗ്രാം നേരെ എക്സിക്യൂഷൻ നടക്കും. അവിടെ ഇൻഡ് fun, ഇൻഡ് $ptr1, ഇൻഡ് $ptr2. ഇവിടെ പോയിൻ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് റെഫറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അഡ്രസ്സ് പിക്ക് ചെയ്യുക നമ്മൾ പോയിൻ്ററിൻ്റെ പ്രോഗ്രാമിലാണ്. സോ ഡാറ്റ ടൈപ്പ് റിട്ടേൺ ടൈപ്പ് കൊടുത്തു, ഫംഗ്ഷൻ നെയിം, ദെൻ ആർഗ്യുമെൻറ്റ് ലിസ്റ്റാണ് നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ സിൻടാക്സിൽ വരുന്നത്. ഇവിടെ $ptr1ഉം $ptr2 ആണ്. ഇൻഡ് ptr1 എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്രസ്സായിരിക്കും ഇതിനകത്ത് പിക്ക് ചെയ്യാൻ പറ്റുക. $ptr1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേരിയബിളിൻ്റെ വാല്യൂ തന്നെയായിരിക്കും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുക. ഇതിനകത്ത് ദെൻ ഫംഗ്ഷൻ ബോഡി $ptr1=20, അതായത് ആ വേരിയബിളിൻ്റെ വാല്യൂ 20 തന്നെ നമുക്ക് പിക്ക് ചെയ്യാം. ദെൻ $ptr2=10, ആ വേരിയബിളിൻ്റെ വാല്യൂ 10 തന്നെ പിക്ക് ചെയ്യാം. ആ $ptr1 എന്ന് പറയുന്നതിനെ ഡി റെഫറൻസ് ഓപ്പറേറ്റർ എന്നാണ് പറയാം. ദെൻ വീണ്ടും മെയിൻ പ്രോഗ്രാമിലേക്ക് പോവും. എക്സും വൈയും പ്രിൻ്റ് ചെയ്യും. ഇവിടെ ഔട്ട്പുട്ട് വരിക x=20, y=10 എന്നായിരിക്കും. കാരണം റെഫറൻസ് അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. ഇവിടെ ആക്ച്വൽ പാരാമീറ്ററിന് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഫോർമൽ പാരാമീറ്റേഴ്സിനും ചേഞ്ച് വരും. അതാണ് കോൾ ബൈ റെഫറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ താങ്ക് യു.